അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്. എന്തുകൊണ്ടാണ് ഫാത്തിഹ സൂറത്ത് അഥവാ പ്രാരംഭ അധ്യായം നമ്മെക്കൊണ്ട് 5 നേരമുള്ള നിസ്കാരത്തിൽ നിർബന്ധമായും ചൊല്ലിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ട ക്രിയയെ 5 പ്രാവശ്യം നമ്മെക്കൊണ്ട് പറയിപ്പിക്കുകയും അത് ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുക, അതാത് ഭാഷയിൽ മനസ്സിലാക്കി വിവർത്തനം ചെയ്തു നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്ന ഉദ്ദേശമാണ് അതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ അറബിയിൽ ഫാത്തിഹ ഓതുകയും അതിൻ്റെ മലയാള വിവർത്തനം നിങ്ങൾക്ക് ഞാൻ ഓതി പറഞ്ഞ് കേൾപ്പിക്കുന്നു എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിഗീതങ്ങളും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൽ അഥവാ ദൈവത്തിൽ മാത്രമാണ് ഉള്ളത്. അർ-റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുടെ ഉടമസ്ഥനുമായ ആ നാഥനിൽ മലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അഥവാ ഈ ലോകത്ത് നാം ചെയ്യുന്ന നന്മകളും തിന്മകളും മരണശേഷം നമുക്ക് ഒരു വിചാരണ ഉണ്ടാവുകയും ആ പുനർജന്മത്തിൻ്റെ ദിനത്തിൽ നമുക്ക് സ്വർഗവും നരകവും അളന്നുകൊണ്ട് വീതിച്ചു തരുന്ന ആ ദിനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നർത്ഥം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നാഥ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും നിന്നിലേക്ക് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവജാലത്തിൻ്റെ ഹൃദയമായി പ്രവർത്തിക്കുന്ന ഈ ഖുർആനിൻ്റെ ഫാത്തിഹ. ആ ഫാത്തിഹയുടെ പൾസ് അഥവാ ആ ഹൃദയത്തിൻ്റെ ഹൃദയമിടിപ്പാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും നിന്നോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കൈവിട്ടു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ പൾസ് നിലച്ചു, അതോടൊപ്പം ആ ഹൃദയം പ്രവർത്തനരഹിതമായി, അതോടൊപ്പം ആ ജീവി അല്ലെങ്കിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നർത്ഥം. അതുപോലെ തന്നെ അയാളുടെ വിശ്വാസി എന്ന ആ ഒരു കർമ്മത്തിൽ നിന്നും അള്ളാഹു അയാളെ തള്ളി പുറത്തേക്ക് മാറ്റപ്പെടും എന്ന യാഥാർത്ഥ്യം ഓരോ വിശ്വാസിയും പ്രത്യേകിച്ച് മുസ്ലിമും തിരിച്ചറിയേണ്ടത് നിർബന്ധിത ബാധ്യതയാണ്.
ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നീ ഞങ്ങളെ ശരിയായ ദിശയിലേക്ക് അല്ലെങ്കിൽ മാർഗത്തിലേക്ക് നയിക്കണേ നാഥ. ഏതാണ് ആ ശരിയായ ദിശ അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയുമോ? സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ലോകവിജ്ഞാനത്തിൻ്റെയും ഉയരങ്ങൾ തേടിയുള്ള ആ യാത്ര, അതിലൂടെ നാം ആ ലക്ഷ്യം പ്രാപിക്കുകയും അതോടൊപ്പം ആത്മീയതയിലൂടെ മുന്നേറി ഈ ലോകവും പരലോകവും കീഴടക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ എന്നർത്ഥം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കുകയും നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിൽ നിന്നും അക്രമത്തിൻ്റെയും അക്രമികളുടെ മാർഗത്തിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി നിർത്തണേ നാഥ. ളുൽമ്, ളാലിം, ളാലീൻ. അതുകൊണ്ട് അക്രമികളെയാണ് അള്ളാഹു കാഫിർ എന്ന് വിളിച്ചിട്ടുള്ളത്. ഈ ഇസ്ലാം അഥവാ സമാധാനമാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പണ്ഡിത ലോകമേ, മുസ്ലിം സമൂഹത്തെ നിങ്ങൾ ശരിയായ ദിശയിലേക്ക് നയിക്കുക. അപ്പോൾ ലോകത്ത് സമാധാനമുണ്ടാകും. ലോകത്തിലുള്ള സകല വിശ്വാസി സമൂഹവും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടും. അതോടുകൂടെ മുസ്ലിമിൻ്റെ ഈ ലോകത്തെ വലിയ പ്രതിസന്ധി ഇല്ലായ്മയിലേക്കാകും. അതുകൊണ്ട് അത്തരം നല്ല മതനേതാക്കൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആമീൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ അല്ലെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ എന്നർത്ഥം.